താമസമെന്തേ വരുവാൻ പ്രാണസഖി എന്റെ മുന്നിൽ താമസമെന്തേ അവള് വരില്ല എന്ന് അറിഞ്ഞപ്പോ സന്തോഷിച്ചിരിക്കുക ഞാൻ. നീ പാടി പാടിയിട്ട് അവളെ അങ്ങോട്ട് വരുത്തിക്കല്ലേ നീ. അതെ തങ്കം തങ്കം എന്റെ തങ്കവും ഞാനായിട്ടുള്ളൊരു മനപ്പുരുത്തം അറിയാമോ? അറിയാം. അതെ, ഞാൻ അവളെ വിളിച്ചിട്ട് പറയാൻ വേണ്ടി ഇരിക്കുകയാണ്, തങ്കം നീ ഇന്ന് വരണ്ട. അപ്പോഴാണ് അവൾ എന്നെ വിളിച്ചിട്ട് പോയിക്കുന്നത്, ക്ലിറ്റോ ചേട്ടാ ഞാൻ നാളെ വന്നാ മതിയോ എന്ന്. എന്തൊരു യോജിപ്പാന്നറിയാം ഞങ്ങൾ തമ്മില്. അമ്മ വരുമല്ലോ. അമ്മ വരില്ല. രണ്ടാളും കൂടി നാളെ വരില്ല. അമ്മ എങ്ങനെയാ പറഞ്ഞ? അമ്മ വരില്ല. അമ്മക്ക് ഒറ്റക്കൊന്നും വരാൻ പറ്റില്ല. രണ്ടാളും കൂടി നാളെ വരുന്നുള്ളൂ. അമ്മ നാളെ. പക്ഷേ എന്നാ ഒരു കൂടുതലൂടെ എടുക്കാറുണ്ട് ഇവന്റെ. ഫുള്ളല്ല, ഞാനൊരു 1000 അങ്ങോട്ട് ഇടാം. അത് വേണ്ട, അത് വേണ്ട. എന്നാലും കിട്ടില്ലല്ലോ. വേണ്ട. നോക്കടാ, അവൻ വിഷമിച്ച് നിക്കണോക്കടാ. ഈ സമയത്ത് ഒരു പാട്ട് പഠിക്കാം. അവനെല്ലാം മറക്കട്ടെ. സൂക്ഷിച്ചൊരു കസ്തൂരി മമ്പഴം കാക്ക് കൊത്തി പോയി. എന്ത് പാട്ടാടാ പറഞ്ഞു? അവന് വിഷമം ഉണ്ടാക്കണ പാട്ട് പാടാനല്ല പറഞ്ഞു. അവനൊരു ഉന്മേഷം ഉണ്ടാവാൻ, എല്ലാം മറക്കാൻ. എന്റെ അമ്മാവ അവനൊരു 2 MB സംസാരിച്ചോട്ടെ. കല്യാണം കഴിയുമ്പോ ഇതൊന്നും തൊടൂല, വേറെ മുതലുകൾ കേറിക്കോളൂ. വിഷമം നോക്കടാ. ഞാൻ പാടാം. അടുത്തോട്ട് ഞാൻ പാടാം. അടുത്ത ഗാനം പാടുന്നത് അമ്മാവൻ പാടണം. ഞാനൊരു 1000 കൂടി ഇടും. നിന്നോടല്ലേ മലയാളത്തിലല്ലേ പറഞ്ഞു വേണ്ടാന്ന്. മൂടില്ല, ഞാൻ 1000 ഇടും. വേണ്ട, ഞാൻ പാട്ടെ. ഞാൻ പാടാം. ആദ്യം പാട്ട്. ആദ്യം അമ്മാവൻ പാടും. ഏകാന്ത കാമുക നിന്റെ മനോവിഷമം ഞങ്ങൾക്കെല്ലാവർക്കും ഇന്ന് ഉത്സവമായി. അല്ല, അവന്റെ സാഹചര്യത്തിൽ മനസ്സിൽ സന്തോഷം. പേരടി നമ്മൾ അപ്പ സ്പോട്ടിലുണ്ടാകാം. 1000 അങ്ങോട്ട് ഇട്ടു. ഉണ്ടെങ്കിൽ എന്നാ പിടിച്ചോടാ. 1000 പാദസരങ്ങൾ ആളുകളെ കളിയാക്കണം. ചായ